അത് ഞാൻ അബ്ദു പൊയിലഗ്രഫാം. ഇതിൻ്റെ പേരറിയോ? അടത്താപ്പ്. ഇത് നല്ല ടേസ്റ്റൊരു സാധനം കേട്ടോ, ധൈര്യമായിട്ട് വെച്ചോളിങ്ങൾ. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വിത്ത് നട്ടായിരുന്നു, ഇതിൻ്റെ കമ്പുതാ. അത് വീണ്ടും പിന്നെ മുളച്ച് വന്ന, അതിൻ്റെ മരട് മുളച്ചിട്ട് വന്നതാണ് സാധനം കണ്ടോ. അടത്താപ്പ് നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ അതേ പിന്നെ ടേസ്റ്റാണ്. പിന്നെ മക്കൾ ഇതാ ചെറിയ ഉരുളക്കിഴങ്ങിൻ്റെ ചെറിയ വലിപ്പമുള്ള, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കായ, നല്ല വലിപ്പമുള്ള കായ ഉണ്ടോ. 1 കിലോൻ്റെ മുകളിലൊക്കെ ഉള്ള കായ ഉണ്ട്. ഇതിന് 2 തൊലി ഉണ്ടാവും. മുകളിലൊരു തൊലിയില്ലേ, ഈ വെള്ള ഒഴിവാക്കിയിട്ട് ഉള്ളിലൊരു പച്ച കളറുള്ള തൊലി ഉണ്ടാവും. അത് ഒഴിവാക്കിയതിന് ശേഷമാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് പിന്നെ ഇനി പുഴുങ്ങി കഴിക്കണം, അങ്ങനെ കഴിക്കുക. കറിയിലിടണേ ഇടാം, ബീഫിലോ അല്ലെങ്കിൽ ചിക്കനിലോ ഒക്കെ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. നല്ല സാധനമാണ്. നിങ്ങൾ ധൈര്യമായിട്ട് നട്ടോളി, ഇഷ്ടംപോലെ കായ ഉണ്ടാവും ഉണ്ടോ. ഞാൻ പ്രത്യേകിച്ച് പന്തലൊന്നും ഇട്ടില്ല, അങ്ങ് തൂങ്ങിക്കിടക്കണ്ട. ചെറിയ വിത്തുകൾ ഉണ്ടാകുന്നുണ്ടോ. അടത്താപ്പ്. അപ്പോൾ ആവശ്യമുള്ളവർ ഒരു വിത്ത് വാങ്ങിയിട്ട് നട്ടോളി, കുഴപ്പമില്ലാത്തൊരു സാധനമാണ്. ഓക്കെ, ബായ്.